നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. പിഞ്ചുകുഞ്ഞുമായി നാടുവിട്ട സഫീറിന് കുഞ്ഞിനോടുള്ള സ്നേഹമോ സ്വർണ്ണക്കൊതിയോ എന്ന സംശയം ചർച്ചയാകുന്നു. തിരൂരങ്ങാടിയിൽ നിന്ന് 1 വയസ്സായ പിഞ്ചുകുഞ്ഞിനെയും കൊണ്ട് നാടുവിട്ട സഫീർ കൊണ്ടോട്ടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയായ കാമുകിയോടൊത്ത് റൂമെടുത്തതായും പിന്നീട് സഫീറും കുഞ്ഞും കാമുകിയും 28-കാരിയുമായ സഞ്ജിത ചാറ്റർജി എന്ന യുവതിയോടും അവളുടെ 4-5 വയസ്സ് പ്രായം വരുന്ന മകനോടുമൊപ്പം കോഴിക്കോടേക്ക് മാറുകയും ശേഷം അവിടെ നിന്ന് 4 പേരെക്കുറിച്ചും ഒരു വിവരവും ലഭിക്കാതായിരുന്നു. ഇതുവരെ പോലീസ് യുവതിയുടെ പേരോ ഫോട്ടോയോ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പേരും ഫോട്ടോയും ഉൾപ്പെടെ മറ്റു ഭാഷകളിലും കാണാതായ വാർത്ത പ്രചരിച്ചിട്ടുണ്ട്. കല്യാണത്തിന് പോകാനാണെന്നും പറഞ്ഞ് ഭാര്യയോട് കുഞ്ഞിനെ ഒരുക്കാൻ ആവശ്യപ്പെടുകയും കുഞ്ഞിന്റെ എല്ലാ ആഭരണങ്ങളും അണിയിച്ച് കൊണ്ടുപോകുകയുമാണ് ചെയ്തത്. കുഞ്ഞിനെ ആഭരണം അണിയിച്ചത് സ്വർണം കൈക്കലാക്കാനുള്ള ഗൂഢതന്ത്രമായിരിക്കാനാണ് സാധ്യതയെന്ന് സംശയമുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞിന് പനിയായിരുന്നുവെന്ന് മാതാവ് പറഞ്ഞു. ബംഗാൾ സ്വദേശിനിയായ സഞ്ജിത ചാറ്റർജി ഭർത്താവുമായി അകന്നു കഴിയുന്ന യുവതിയാണ്. അങ്ങനെയാണ് അവൾ ചെന്നൈയിൽ ജോലി ചെയ്തു വരികയും ചെന്നൈയിൽ തന്നെ ജോലിയായിരുന്ന സഫീറിനെ പരിചയപ്പെടുകയും ചെയ്യുന്നത്. ഈ ബന്ധം അവരെ ഒന്നിച്ചു ജീവിക്കാൻ പ്രേരിപ്പിച്ചു. പിരിയാനാകാത്ത വിഷമം കൊണ്ടോ ആഭരണങ്ങൾ കൈക്കലാക്കാനുള്ള തന്ത്രം കൊണ്ടോ പിഞ്ചു കുഞ്ഞുകൂടി ഇതിൽ ഇരയായി. ഇതുവരെ കണ്ണടച്ചിരുന്നെങ്കിലും പോലീസ് ഇപ്പോൾ ഊർജിത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോപ്പുലർ ന്യൂസ്, തിരൂരങ്ങാടി.